നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എറണാകുളം ഷൊർണൂർ പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വേണാട് മംഗള എക്സ്പ്രസുകൾ പിടിച്ചിട്ടു. ഗതാഗത തടസ്സം ട്രാക്കിൽ മരം വീണതോടെ. കരടിയെ പേടിച്ച് തിരുവനന്തപുരത്തെ മലയോരം. വീടിന് പുറത്തിറങ്ങാനാകാതെ ജനം. കുണ്ടന്നൂർ തേവരപ്പാലം മറ്റന്നാൾ അടയ്ക്കും. നടപടി അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി. നിയന്ത്രണം 2 ദിവസത്തേക്ക്. കൊച്ചിയിൽ വഴിയോര കച്ചവടക്കാർക്കായി നിർമ്മിച്ച കടകൾ കൈമാറുന്നില്ലെന്ന് പരാതി. കൊച്ചി കോർപ്പറേഷനെതിരെ കച്ചവടക്കാർ. കൊല്ലം ഏനാത്ത് പത്തനാപുരം റോഡിൽ യാത്രാക്ലേശം. കാൽനട പോലും സാധ്യമല്ല. ആധുനിക രീതിയിൽ തുടങ്ങിയ നവീകരണം പാതി വഴിയിൽ നിലച്ചു. വിശദമായി നോക്കാം. എറണാകുളം പച്ചാളത്ത് ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം ഷൊർണൂർ പാതയിലാണ് ഗതാഗത തടസ്സമുണ്ടായത്. വേണാട് മംഗള എക്സ്പ്രസ് ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ 4 മണിക്കൂർ വേണ്ടിവരുമെന്ന് റെയിൽവേ അറിയിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണോ കരുതേണ്ടത്? എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ആര്യ, സമയം ഇനി എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വേണാട് എക്സ്പ്രസും മംഗള എക്സ്പ്രസുമാണ് ഇപ്പോൾ വൈകുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മരം വീണ ശേഷം ഈ റെയിലിന്റെ ലൈനിലേക്കാണ് വീണ് മരം കത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇത് പുനഃസ്ഥാപിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സാങ്കേതികമായി അത്തരം സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം നേരിട്ട് കണ്ട ആൾ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ അത് എന്താണ് എന്ന് ദൃക്സാക്ഷിയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് തന്നെ ചോദിക്കാം. എപ്പോഴാണ് ചേട്ടൻ കണ്ടത്? ഒരു 9 ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്ന് ഡ്രസ്സ് മാറി. അന്നേരം ഞാൻ ഇവിടെ മുറ്റം ക്ലീൻ ചെയ്തിട്ടിരിക്കണായിരുന്നു. അപ്പോൾ ചെടിയുടെ ഇച്ചിരി വളർത്തുന്നതുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യുന്ന സമയം. ആ സമയത്താണ് ഞാനൊരു ചേട്ടനായിട്ട് വർത്താനം പറയുമ്പോഴാണ് സംഭവം തന്നത്. പുള്ളി അപ്പോൾ പോയി ഒരു 5 മിനിറ്റ് അത്ര തൊട്ടുള്ളൂ. ശരിക്കും കൃത്യമായിട്ട് സമയം ഞാനൊന്നും ഓർക്കുന്നില്ല. എന്നാലും ഒരു 9:30-ക്കുള്ളിൽ സംഭവം ഉണ്ട്. ഓക്കെയാണ് അതിന്റെ സംഭവം. അപ്പോഴാണ് ഈ മരം വീണത്. അപ്പോൾ ഈ മരം വീഴുമ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ പോയപ്പോഴാണ് ഞാൻ പുള്ളിക്കാരത്തിനെ പറഞ്ഞു വിട്ടിട്ടാണ് പിന്നെ വണ്ടി ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടി ചെയ്തത്. വണ്ടി ബ്ലോക്ക് ചെയ്യിച്ച് അപ്പോൾ എനിക്കും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പേടി. എന്നുവെച്ചാൽ ഇത് മൊത്തം ലൈനായെന്ന് നമുക്ക് മനസ്സിലായി. ലൈൻ പൊട്ടിക്കൊണ്ട് 25,000 വാൾട്ട് പവറെന്ന് നമുക്ക് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയാതെ നമുക്ക് മാക്സിമം ബ്ലോക്ക് ചെയ്ത് ഒരു ശരിക്കും വൻ ദുരന്തമാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രെയിനിന്റെ മേത്തോട്ടാണെങ്കിൽ ട്രെയിനിലേക്ക് ആൾക്കാർ എത്താൻ, ബസ്സിന്റെ മേത്തോട്ടാണെങ്കിൽ ബസ്സിലിരിക്കുന്ന ആൾക്കാർ എത്തിയാൽ, ഒരു കാറാണെങ്കിൽ അത് പ്രശ്നമാണ്. നിരന്തരം ഈ റോട്ടിൽ കൂടി ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരം കാരണം എന്താ ആംബുലൻസിന് തന്നെ എത്ര പ്രശ്നം തരും. പിന്നെ സാധാരണ ഓട്ടോക്കാർ ഇതിലൂടി അവർ അന്നന്ന് ഓടുന്ന ആൾക്കാർ റെക്സിനൊക്കെ കീറും. അവരെ വണ്ടിയുടെ ഓട്ടോന്റെ കീറും. ആക്സിഡന്റുകൾ കൂടുതൽ സംഭവിക്കും. വളവാണ്. ഈ വളവിന്റെ ഇടയിലാണ് ഈ മരം നിൽക്കണം. അതാണ് സംഭവം നിലവിൽ നടക്കാം. ഈ സഹോദരൻ എന്റെ കൂടെ ഉണ്ടായ നേരം പുള്ളി അപ്പോൾ പോവുകയും ചെയ്ത സമയം കൊണ്ട് പറഞ്ഞു. അതാണ് അന്നേരമാണ് കണ്ടെത്തണം. സാധനം വീണ് മൊത്തം കത്തിപ്പോയി. മരം മൊത്തം കത്തി ഇവിടെ ലാസ്റ്റ് പുകയില്ല. അവർ ഓഫ് ചെയ്തില്ല. അതിന് ഓഫ് ചെയ്തപ്പോൾ പിന്നെ അത് പുകയായിട്ട് മാറി. ഈ മഴ പെയ്തേക്കൊണ്ട് അത് നനവെള്ളം കൊണ്ടാണെന്നുണ്ട് അത് കിട്ടും. ഇല്ല ആ മരം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കണായിരുന്നു. ഈ അപകട സാധ്യതയായിട്ട് തന്നെ കിടക്കണായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ, കൌൺസിലർമാരും ഇവിടുത്തെ ആൾക്കാരുടെ സമുദായമൊക്കെ ഇടപെട്ട് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം മാറ്റണം. അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിന് എന്ത് അസൗകര്യം എന്താ ഉണ്ടാവും നമുക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഒരു സ്വകാര്യ വ്യക്തിയാണത്. അദ്ദേഹം ഇവിടെ ഉണ്ടായില്ല നമുക്കറിയില്ല പുള്ളി. അപ്പോൾ ഇവരെല്ലാവരും നിരന്തരം ഇവിടുത്തെ സമുദായവും ഇതൊക്കെ എല്ലാവരും ഇടപെടുന്നുണ്ട്. ഇവിടുത്തെ കൌൺസിലർ, ഫ്രണ്ട്സ് അങ്ങനെ പുള്ളിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെയാണ്. ഞങ്ങള് സമയത്ത് ക്രോസ് ചെയ്ത് ഇവിടെ വന്ന് നമ്മുടെ അനിയന പുള്ളി അവിടെ നിന്നിട്ട് പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്യണമായിരുന്നു. ഞാനപ്പോ പറഞ്ഞിടാ ആ പരുത്തി ചാഞ്ഞു വന്ന് അത് വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് റെയിൽവേക്കാരോട് കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ റെയിൽവേ പണിക്കാരോട് ഞാൻ പറഞ്ഞതാണ് കേട്ടാ. റെയിൽവേ ജീവനക്കാരോട് ഞാൻ പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുറിക്കണം, വീണ് കഴിഞ്ഞാൽ വലിയ ദുരന്തം ഉണ്ടാവും. ഇഷ്ടംപോലെ ആളുകൾ ഇതിലൊരു പോകുന്നതാണ്. അപ്പൊ ഇന്ന് തിങ്കളാഴ്ച കഴിഞ്ഞത് വലിയ ഭാഗ്യം. തിങ്കളാഴ്ച ആയിരുന്നു വെച്ചെങ്കിൽ
തിങ്ങി നിറഞ്ഞ ആളുകൾ വരുള്ളൂ. വലിയൊരു ദുരന്തം ഇന്നായതുകൊണ്ട് ഒഴിവായ ഒരു മനുഷ്യണ്ടായില്ല. ഞങ്ങളിങ്ങോട്ട് വന്ന് അതൊരു ഇങ്ങോട്ട് ചാഞ്ഞിരുന്ന ഒരു കമ്പ് വെട്ടിക്കളഞ്ഞാണ്. ഒരു ബൈക്ക് പ്രശ്നങ്ങൾ വെട്ടിക്കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് ഇപ്പൊ മറിഞ്ഞു വീണത്. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ കൗൺസിലർ പ്രവീൺ എന്ന് പറഞ്ഞ ആള് അതൊന്ന് മരം വെട്ടാൻ വെട്ടിക്കളഞ്ഞാണ്. ഒരു വടി ഒരു വലിയൊരു പീസ് വെട്ടിക്കളഞ്ഞ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഇതിനുമുമ്പ് ഒരു വർഷം ബുധനാഴ്ച ഒരു ചൊവ്വാഴ്ച ചാഞ്ഞിരുന്ന ഒരു കമ്പ് അത് വെട്ടിക്കളഞ്ഞാണ്. അതിന്റെ പിന്നെയും പോയി തുടങ്ങി. ഇപ്പോഴാണ് പിന്നെ അത് വീണത്. സെക്കൻഡ് കൊണ്ടാണ് ആളുകൾ അന്നേരം പാസ് ചെയ്ത് 2 നേരം പാസ് ചെയ്യുള്ളൂ. അത് പൊട്ടി വീണ സമയത്ത് പാസ് ചെയ്തതിന് ഷോക്ക് അടിക്കും. അത് ഹൈ പവറാണല്ല. ഇങ്ങോട്ട് പൊട്ടി വീണിട്ട് ഇവിടെയൊക്കെ പൊട്ടി തെറിയായിരുന്നു. ആ പച്ച മരമൊക്കെ നിന്ന് കത്തണായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ എമർജൻസി ആയിട്ട് വിളിച്ച് തിരുവനന്തപുരത്താണ് ആദ്യത്തെ കോള് കിട്ടിയത്. അവരവിടെ നിന്ന് വിളിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഗേറ്റിനോട് പോയി ബസ്സൊക്കെ ബ്ലോക്ക് ചെയ്ത് അതിലൂടെ വിടണമായിരുന്നു. വാഹനമൊക്കെ അതിലൂടെ കടത്തി വിടണമായിരുന്നു. മിക്ക വർഷം ഇവിടുന്ന് മരമൊക്കെ ഇങ്ങനെ വെട്ടി വീഴണേ എന്റെ മുകളിലോട്ട്. അപ്പൊ ക്ലിയർ ചെയ്ത് പോകണായിരുന്നു. കുഴപ്പമില്ല. ഈ മുകളിൽ ചില്ലയുടെ വെയിറ്റ് കൂടി വീഴണേ മിക്ക വർഷം വീഴും. എല്ലാരും റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്നലെ രാവിലെ 9:30 കൂടിയാണ് ഈ മരം വീണത്. എന്തായാലും വലിയ അപകടമാണ് ഒഴിവായി കിട്ടിയത്. ഇന്നൊന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ റോഡിലെ തിരക്കുകൾ വളരെ കുറവായിരുന്നു. രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രാക്കിലേക്ക് മരം വീഴുമ്പോൾ തന്നെ മറ്റ് വാഹനങ്ങളോ ട്രെയിനോ ഒന്നും കടന്നുപോയില്ല എന്നുള്ളത്. കാരണം 25,000 വോൾട്ടാണ് ഈ ലൈനിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ അപകടമാണ്. ഇതുകൊണ്ട് തന്നെ ഒഴിവായി കിട്ടിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയൊരു അപകടമാണ് തലനാഴിലേക്ക് ഒഴിവായി പോയത്. റോഡിൽ അധികം ആളുകളോ വാഹനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപ്രതീക്ഷിതമായി റോഡ് സൈഡിൽ നിന്ന മരം ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിലേക്കും റോഡിലേക്കുമായി നിലം പൊട്ടുകയായിരുന്നു. ഇതേ തുടർന്നാണ് റെയിൽ ഗതാഗതം അടക്കം തടസ്സപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി കുണ്ടന്നൂർ തേവര പാലം അടച്ചിടും. മറ്റന്നാൾ രാത്രി 11 മുതൽ 2 ദിവസത്തേക്കാണ് പാലം അടച്ചിടുക. വെള്ളിയാഴ്ച രാവിലെ യാത്രയ്ക്കായി തുറന്നുകൊടുക്കും. കുഴികൾ നിറഞ്ഞ പാലത്തിൽ അപകടം പതിവാകുന്ന സാഹചര്യത്തിലാണ് നടപടി. കുണ്ടന്നൂർ തേവര പാലത്തിന്റെ ദുരവസ്ഥ ഇവിടുത്തെ നാട്ടുകാരും യാത്രക്കാരും ഏറെ നാളുകളായി പരാതിപ്പെടുന്നതാണ്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ പാലത്തിന്റെ ഒരു അവസ്ഥ. എല്ലായിടത്തും കുണ്ടും കുഴിയുമാണ്. മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മഴ പെയ്ത് വെള്ളം ഒലിച്ചു പോകുന്നതിനോടൊപ്പം ഇവിടുത്തെ ടാറുകളും ഒലിച്ചു പോകുന്നു. വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെടുന്ന അവസ്ഥ. ഇത് വളരെ നാളുകളായി മരട് നഗരസഭ ഈ വലിയ രീതിയിൽ പരാതിപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒപ്പം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ഇതിനെ തുടർന്ന് നടത്തിയ യോഗത്തിലാണ് ഇവിടുത്തെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡിലെ കുഴി നികത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫലമായി 2 ദിവസം ചൊവ്വാഴ്ച രാത്രി 11 മുതൽ 2 ദിവസത്തേക്ക് പാലം അടച്ചിടും. വെള്ളിയാഴ്ച രാവിലെ തുറന്നുകൊടുക്കും. യാത്രക്കാർക്ക് മറ്റ് മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തി സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾ തന്നെ കാണണ്ടല്ല റോഡിന്റെ അവസ്ഥ. മനുഷ്യന്റെ നട്ടല്ല പോണത്. വണ്ടിയുടെ മെയിൻ്റനൻസില് വർഷത്തിൽ എത്ര ചെയ്യണമെന്ന് കൈ കണക്കില്ല. മെനിയാന്നും കൂടി വർഷാപ്പിക്ക് കയറി ഇറങ്ങിയതേ ഉള്ളൂ. അത്രയും ദൂരവസ്ഥയാണ്. ഈ റോഡ് മാത്രമല്ല, എറണാകുളം കറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് റോഡുകൾ കാണും. മഴ ആയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടിയിട്ടില്ലേ, സംഭവം ഒരു ഇരിക്കുന്ന ഇരിപ്പിന് നട്ടലൊടിഞ്ഞു പോണേണ്. ഇത് ശരിക്കും ഭയങ്കര അക്രമം തന്നെയാണ്. മനുഷ്യനെ കൊല്ലണ പരിപാടിയാണ്. ഗതി കെട്ടിട്ട് പറയണ വർത്താനമാണിത്. ആകെ വളരെ മോശം റോഡാണിത്. പാലത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം 2 പേരാണ് ഇവിടെ അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ താൽക്കാലികമായി, അതായത് 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന പണികളല്ല ഈ പാലത്തിലുള്ളത്. കാരണം ഏറെ ദൂരമാണ് ഈ പാലമുള്ളത്.
2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ല, 1 മാസം തന്നെ വേണമെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് നമുക്കറിയാം, കൊച്ചി പോലൊരു നഗരത്തിൽ അതും ഈ കുണ്ടന്നൂർ പാലം 1 മാസത്തേക്ക് അടച്ചിട്ടാൽ ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വലിയ രീതിയിലായിരിക്കും. നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് റബ്ബറൈസ്ഡ് മോഡൽ ടാറിങ് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കണം 2 ദിവസം. അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതും ഇതുപോലെ മഴ പെയ്താൽ ഈ പറയുന്ന സമയത്ത് നടക്കില്ലത്. മഴ ഇല്ലെങ്കിൽ മാത്രമാണ് 2 ദിവസം, ചൊവ്വാഴ്ച മുതൽ. അതല്ലെങ്കിൽ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ മാറ്റേണ്ടി വരും അതിനെക്കുറിച്ച്. ഇപ്പോൾ ഇന്നത്തെ പോലെ വെയിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് 2 ദിവസം കൊണ്ട് അവർ നല്ല രീതിയിൽ ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിൽ സിറ്റിയിൽ പലയിടങ്ങളിലും വൻ ഗതാഗത കുരുക്ക് രൂപപ്പെടും. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് 2 ദിവസം കൊണ്ട് പാലം പൂർണ്ണമായും അടച്ചിട്ട്, അത് രാത്രി 11 മണി മുതൽ 2 മണി വരെ പൂർണ്ണമായും അടച്ചിട്ട് ഇവിടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച രാവിലെ യാത്രക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനായി തീരുമാനമായിരിക്കുന്നത്. ഈ മഴ കൂടി പെയ്ത സാഹചര്യത്തിൽ വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെടുന്നു. ഈ പാലത്തിൽ വരുന്നവർക്ക്, അതായത് ഈ ഇരുചക്ര വാഹനത്തിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അവർ ഈ വേഗത്തിൽ വന്ന് ഈ കുഴികൾ കാണുമ്പോൾ ബ്രേക്ക് ഇടുകയും പിന്നീട് പുറകിലുള്ള വണ്ടികൾ വന്ന് ഇടിച്ച് വലിയ രീതിയിൽ അപകടങ്ങളും മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ കുണ്ടന്നൂർ തേവര പാലം അടച്ചിട്ടുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത് WCC. 2019 മുതൽ 2024 വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നെന്നും WCC പറഞ്ഞു. വർഷങ്ങളായി മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ WCC പറഞ്ഞു. അതിജീവിതർക്ക് നീതി ലഭിക്കുമെന്നും ഭാവിയിലെങ്കിലും നിർഭരരായി വിവേചനവും വേർതിരിവും ചൂഷണങ്ങളുമില്ലാത്ത തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചുപോകാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് ഇടുന്നത്. WCCയുടെ ഏറെ നാളത്തെ പോരാട്ടത്തിന്റെ ഒരു ഫലം കൂടിയായി അത് മാറുകയായിരുന്നു. എന്തായാലും ഉത്തരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് WCC രംഗത്ത് വരുന്നു. എന്തൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ആര്യ, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഇത് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് വിമൻസ് സിനിമ കളക്റ്റീവ്. 2019 മുതൽ 2024 വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും WCC ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിലേക്ക് നയിച്ചത് WCCയുടെ വലിയൊരു ഇടപെടലായിരുന്നു. ഈ സിനിമാ മേഖലയിലുള്ള അനീതി, സ്ത്രീകൾക്ക് നേരിടുന്ന വെല്ലുവിളികൾ, അവരുടെ ലിംഗവ്യത്യാസം, ഇതൊക്കെ വിവേചനം, ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. അതിന് കാരണക്കാരായ WCC ഇപ്പോൾ ഈ ഒരു ഉത്തരവിനെ സ്വാഗതം ചെയ്തുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം അവർ ആശങ്ക പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു കണ്ടെത്തലുകൾ പുറത്തുവിടാതെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുക, അതായത് ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇതിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് സിസ്റ്റത്തെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. സുതാര്യതയോടുകൂടിയുള്ള ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എത്രയും വേഗം പുറത്തു കൊണ്ടുവരണം എന്നും കൂടി WCC വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം വരും തലമുറയ്ക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്താൻ ഉതകുന്ന ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഒരു സുപ്രധാനമായ പഠനം, തുറന്നു പറച്ചിലുകൾ നടത്തിയ അതിജീവിതകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പഠന റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളും നിലവിൽ സിനിമാ വ്യവസായത്തെ അപകടപ്പെടുത്തുന്ന അനീതികളും അസന്തുലിതാവസ്ഥയും നിർബന്ധമായും പുറത്തു കൊണ്ടുവരണം എന്നുകൂടി WCC ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കമ്മീഷന്റെ ഇടപെടൽ എത്തുന്നതോടുകൂടി അതിജീവിതകൾക്ക് നീതി ലഭിക്കുമെന്നും ഭാവിയിലെ ചൂഷണങ്ങളും വിവേചനങ്ങളും വേർതിരിവുകളും അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രത്യാശ നൽകുന്നു എന്നുകൂടിയാണ് WCC ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. ആര്യ, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം നിലമ്പൂർ എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. 24-കാരനായ എടക്കര സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന്റെ പേരിലാണ് വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ജിബിന്റെ പിതാവ് അലവിക്കുട്ടി ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംഭവം.
ചുങ്കത്തറ സ്പെഷ്യൽ സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് ജിബിൻ പഠിക്കുന്നത്. നടന്ന കാര്യങ്ങളെപ്പറ്റി ജിബിന്റെ പിതാവ് അലവിക്കുട്ടി ഇങ്ങനെ പറയുന്നു. ഇലക്ട്രിക് സ്കൂട്ടറിൽ ചാർജ് കുറവാണെന്ന് തോന്നിയ ജിബിൻ ചാർജ് ചെയ്യാൻ സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. സമീപത്തെ വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെന്നും അവിടെ അന്വേഷിച്ചാൽ മതിയെന്നും സമീപവാസികൾ പറഞ്ഞതിനെ തുടർന്നാണ് ജിബിൻ വീട്ടിലെത്തിയത്. ആ വീട്ടിലുള്ളവർ ജിബിൻ ലഹരി ഉപയോഗിച്ച് വന്നയാളാണെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. എൻ്റെ മോന് തലങ്ങി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഗാർമഗിരിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവന് രാവിലെ ഒരു 11 മണിയായപ്പോൾ അവനെന്ത് സ്കൂളിൽ വേണ്ടിയിട്ട് പോയി ഒരു പതിനാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പതിനാല് വാങ്ങാൻ പോയിക്കാണ്ട് മടങ്ങി വന്നപ്പോൾ അവൻ്റെ വണ്ടി അവർ കറണ്ട് സ്കൂട്ടിയാണ്. ഞാനൊരു കറണ്ട് സ്കൂട്ടി വാങ്ങിയിട്ടുണ്ട്. അത് ലൈസൻസും ഇതൊന്നും വേണ്ടാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി കൊണ്ടാണ് അവൻ പോയത്. അവൻ മടങ്ങി വന്നപ്പോൾ അതിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ ഈ കാട്ടിച്ചിറ പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ അവൻ ചാർജ് കുത്താൻ വേണ്ടി കയറി എന്ന് പറഞ്ഞത്. ഈ ചാർജ് കുത്താൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്ത് പണിതു, ആ വീട്ടുകാർ ഇവന് MDM ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് അവനെ ഇടയ്ക്കറിന് ഇവനെ വാർത്തിക്കാരെ വിളിച്ചുകൊണ്ട് അവർ വന്ന പാടെ ഇവനിട്ടുകാണ്ട് നല്ലോ അടിച്ചിട്ടാണ് ഒരു ഗ്രൗണ്ടിലിട്ടുകാണ്ട്. വീട്ടുകാരനും സുഹൃത്തുക്കളും ചേർന്ന് പാതിരിപ്പാടം ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നും സ്കൂട്ടർ ഭാഗികമായി നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ജിബിന്റെ മുഖത്തും നെഞ്ചിലും പിൻഭാഗത്തും നാഭിക്കും മർദ്ദനമേറ്റു. എന്തിനാ തല്ലിനെന്ന് ചോദിച്ചായിരുന്നോ? എന്ത് തള്ളി പറഞ്ഞു ആയിക്കോട്ടെ തല്ലി പൊയ്ക്കോ പറഞ്ഞു പൊയ്ക്കോരെ. എന്തിനാ തല്ലിയത്? തല്ലി വെറുതെ തല്ലിയതാ? കേസ് കൊടുക്കാം. പറ്റെങ്കിൽ ബെഡ് വേണം, കേസ് കൊടുക്കണം അല്ലേ? കോച്ചുമാർ കണ്ട് പഠിക്കും. കോച്ചുമാർ കണ്ട് പഠിക്കും. കോച്ചുമാർ കണ്ട് പഠിക്കും. പരിക്കേറ്റ ജിബിൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. എടക്കര പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറത്ത് വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ കോട്ടക്കലിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ. ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശി കൊടലിക്കാടൻ കുട്ടിയാലിയാണ് മർദ്ദനത്തിന് ഇരയായത്. സംഭവത്തിൽ അയൽവാസി കൂടിയായ തയ്യിൽ അബ്ദു, മകൻ നാഫി, ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് പയ്യാനയ്ക്കൽ കോയവളപ്പിൽ നിർത്തിയിട്ട കാർ കത്തിനശിച്ചു. പുലർച്ചെ 1:20ഓടെയാണ് സംഭവം. കാർ ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കാർ ഇതിനു മുമ്പ് പ്രദേശത്ത് കണ്ടുപരിചയമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടകര കോട്ടക്കലിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. കോഴിക്കോട് ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയെയാണ് കാണാതായത്. അഴിമുഖത്തിന് സമീപം വല വീശുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതിനാൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പ്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനകൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുക. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും പൂർണ്ണമായും ഒഴിവാക്കുക. കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ ഗുജറാത്തിനു മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ജൂലൈ 9 വരെ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടാണ് കണ്ടത്. മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. വീടിന് പുറത്തുപോലും ഇറങ്ങാനാകാത്ത അവസ്ഥയാണ് പലയിടത്തും. തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ താമസക്കാരൻ ആയലാലിനെ കഴിഞ്ഞ ദിവസമാണ് കരടി ആക്രമിച്ചത്. തലനാരിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ ലാലൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഭയപ്പെടുത്തിയ ആ സംഭവത്തെക്കുറിച്ച് ലാലൻ പറയുന്നു. വെളുപ്പിന് 3:45-4 മണിയാവും.
ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടിയാണ് വെളിയിൽ ഇറങ്ങിയത്. എനിക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒരു ചെറിയ കുട്ടിയാണ് ഓടിയത്. അത് എന്നെ കണ്ടിട്ട് വിളിച്ച് ഓടിയത്. അതിൻ്റെ പിറക്കുന്നാണ് ഈ വലുത് പറഞ്ഞത്. വലുത് അടുത്ത് വന്ന് എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമത്തിൽ അപ്പോഴാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനുശേഷം ഇത് എന്നെ ഇങ്ങനെ അള്ളി പിടിക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഇതിനെ പിടിച്ച് തള്ളി അതിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് വീണില്ല, ഞാനാണ് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണ കൂട്ടത്ത് ആദ്യത്തെ കടി കയ്യിലായിരുന്നു. ആദ്യത്തെ കടിയോടെ ഞാൻ മറിഞ്ഞ് വീണ് പറഞ്ഞ തന്നെ ഇത് പിന്നെയും കടിക്കാൻ ശ്രമിച്ചു. ഞാൻ കരുത്തിൽ കയറി പിടിച്ചടഞ്ഞു. ഈ രോമം ഒരുപാട് രോമമുണ്ട് ഇതിന്. മുഖത്ത് കടിക്കാനുള്ള ഇതൊന്നും അതിന് സൗകര്യം കൊടുത്തില്ല. അതിന് മുമ്പ് ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഈ കാലിൽ കടിച്ചത്. കണ്ട കാലെല്ലാം കടിച്ച് പിന്നി കളഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് അതിനുശേഷം തന്നെ ഈ വിളി വന്നത്. ഒരു കുട്ടിയും ഒരു വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ അത്ര പൊക്കമുണ്ട്. പ്ലാവ് അടുത്ത് ബാക്ക് സൈഡ് പ്ലാവുണ്ട്. അത് ഈ ചക്ക തിന്നാൻ വേണ്ടി വന്നതാണ്. വന്ന് ഞാൻ മൂത്രമൊഴിച്ചുകൊണ്ട് ലൈറ്റ് അടിച്ചുകൊണ്ട് മൂത്രമൊഴിച്ചുകൊണ്ട് നിന്ന് ഈ കുട്ടി എങ്ങനെ ഓടി എൻ്റെ അടുത്തുകൂടെയാണ് ഓടിയത് വിളിച്ചും കൊണ്ട്. അപ്പം ഈ തള്ള അടിച്ച് ഈ കുട്ടിയെ ഞാൻ പിടിച്ചെന്നുള്ള ഇതിലാണ് തള്ള ഓടിയെന്ന് എന്നെ ആക്രമിച്ചത്. തിരുവനന്തപുരം. കോട്ടയത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ് പിന്നോട്ട് നീങ്ങി മതിൽ തകർന്ന സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടായേക്കും. ഡ്രൈവർ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ബസ് പിന്നോട്ട് നീങ്ങിയത്. കൊച്ചിയിൽ വഴിയോര കച്ചവടക്കാർക്കായി നിർമ്മിച്ച കടകൾ കൊച്ചി കോർപ്പറേഷൻ കൈമാറുന്നില്ലെന്ന് പരാതി. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതിയിൽ നിർമ്മിച്ചവയാണിത്. നിർമ്മാണം പൂർത്തിയായിട്ടും കൈമാറ്റം നടക്കാത്തതിനാൽ ഇതിനു മുന്നിലാണ് ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. ഫോർട്ട് കൊച്ചിയുടെ മുഖം മിനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. 36 കിയോസ്കുകളാണ് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലായി കൈമാറ്റത്തിനായി തയ്യാറായിരിക്കുന്നത്. ഇവ CSML കൊച്ചി കോർപ്പറേഷന് കൈമാറിയ ശേഷം കോർപ്പറേഷൻ അർഹരായവർക്ക് താക്കോലുകൾ നൽകുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാസങ്ങൾക്ക് മുൻപേ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇവ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. കടകളുടെ നിർമ്മാണം 8 മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കി. കച്ചവടക്കാർ പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ഉണ്ടായില്ല. പൂർത്തിയാക്കിയ കടകൾക്ക് മുകളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷമേ പലതും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കൈമാറ്റം വൈകുന്തോറും കടകൾ കൂടുതൽ നാശോന്മുഖമാകും. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ തുടർച്ചയായി പക്ഷിപ്പനി ഉണ്ടാകുന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ. അസ്വാഭാവികമായി കാക്കകൾ ചത്തുവീഴുന്നതടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളം കണക്ക് നൽകാത്തതുകൊണ്ടാണ് നഷ്ടപരിഹാരം വൈകുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എന്തായാലും പക്ഷിപ്പനിയിൽ ഒരു വിശദമായ പഠനത്തിന് കേന്ദ്രം തയ്യാറാകുന്നു എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്. അതായത് എല്ലാ വർഷവും ഒരു കൃത്യം ഇടവേളകളിൽ ഇത് വരുന്നുണ്ട്. ഒപ്പം തന്നെ പതിവിനപ്പുറത്തേക്ക് കാക്കകളും മറ്റും ചത്തു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി കേരളത്തിലെത്തുകയും കർഷകരുടെ അടക്കം അഭിപ്രായം കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു വിശദമായ പഠനത്തിന് തയ്യാറാകുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടാണ് അവരോട് പറഞ്ഞിട്ട് അത് സർട്ടിഫൈ ചെയ്ത് കണക്കെടുക്കണമല്ലോ. ആ പ്രക്രിയ നടക്കുന്നില്ല. അപ്പോൾ അതൊരു ബോധവൽക്കരണം ഉണ്ടായാലേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സർട്ടിഫൈ ചെയ്യണം, ഇത് അവർ ബോധ്യപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോധവൽക്കരണ പദ്ധതിയും ആ കാര്യത്തിൽ വേണ്ടി വരും. പന്നിപ്പനി പലയിടത്തും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ പന്നിപ്പനി പല ഗ്രാമീണ മേഖലകളിലുമാണ് ഇത് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും പന്നികൾ ചത്തുവീണാൽ അതിൽ പരിശോധന നടത്താതെ തന്നെ അതിനെ കുഴിച്ചിടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും കൃത്യമായൊരു അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ പക്ഷികൾ ചത്തൊടുങ്ങുന്നതിൽ കൃത്യമായ നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നൊരു പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. പന്നി ഫാമുകൾ ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. നമുക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്.
അതെല്ലാം തന്നെ ഉൾപ്രദേശത്ത് ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടില്ല. അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ലോകത്ത് ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു രാജ്യത്തും അതിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മറ്റേ ഫ്ലൂവിന് നമുക്കത് സാധിക്കും ഒരുവിധം കള്ളിങ് നടത്തിക്കഴിഞ്ഞാൽ. ഇതിനു വേണ്ടിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയാണ് അവരുടെ ടീം വന്നത്. ഇതിൻ്റെ കറക്റ്റ് കിട്ടണ്ടേ? യഥാർത്ഥത്തിലുള്ളത് കിട്ടണം. കള്ളിങ് ആണ് അതിൻ്റെ നടക്കുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നത് ഈ പന്നിപ്പനിയുടെ കർഷകർ പോലും പരാതിപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളർത്തു പക്ഷികൾ അടക്കമുള്ളവ നഷ്ടപരിഹാരത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നതിലും പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. എന്തായാലും ഈ മേഖലയിൽ, ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ, കുട്ടനാടൻ മേഖലയിലൊക്കെയുള്ള കർഷകരെ സംബന്ധിച്ച ഒരു പരിധിവരെ അവരുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുന്ന തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കർഷകരും പ്രതീക്ഷിക്കുന്നത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൊല്ലം പത്തനാപുരത്ത് ആധുനിക രീതിയിൽ നിർമ്മാണം തുടങ്ങിയ റോഡിന്റെ പ്രവൃത്തി നിലച്ചു. മഴ കനത്തതോടെ ഇതുവഴി നടന്നുപോലും പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. 66 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം തുടങ്ങിയ ഏനാത്ത് പത്തനാപുരം റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത്. ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. മഴയായതോടെ കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി. റോഡിന്റെ വശങ്ങൾ കെട്ടുന്നതിനായി എടുത്ത വലിയ കുഴികൾ അപകടം ഉണ്ടാക്കുമെന്നാണ് ആശങ്ക. വെള്ളക്കെട്ട് നിറഞ്ഞ ഭാഗത്ത് ആൾക്കാർ വീണാൽ വലിയ അപകടമുണ്ടാകും. 1.5 വർഷം കൊണ്ട് 1.25 വർഷം കൊണ്ട് ഈ റോഡിന്റെ, ഈ ഗ്രാവിയൻ പാടിന്റെ വർക്ക് തുടങ്ങിയതാണ്. 1.25 വർഷമായി LSR എന്ന് പറഞ്ഞൊരു കമ്പനി വന്നിട്ട് ഇവിടെ ഗ്രാവിയൻ പാടിന്റെ വർക്ക് സ്റ്റാർട്ടായിട്ട് ഇതുവരെയായിട്ടും അവർക്ക് ഫസ്റ്റ് ഫൗണ്ടേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 1.5 വർഷം കൊണ്ട്. 2012 മണ്ണിട്ട് നികത്തിയ റോഡാണ് അത്. ഇപ്പൊ ഗ്രാവിയൻ പാടിന് വേണ്ടി എക്സ്കാവേറ്റർ കൊണ്ടുവന്നിട്ട് എക്സ്കാവേറ്റർ കൊണ്ടുവന്നു 6.5 മീറ്ററോടെ എക്സ്കാവേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയേക്കാണ്. 14 കിലോമീറ്റർ നീളമുള്ള റോഡ് നിർമ്മാണം 2022 മാർച്ചിലാണ് തുടങ്ങിയത്. ഒരു നിവൃത്തിയില്ല. വർഷം 2 ഗ്യാബിയൻ ഭിത്തിയുടെ നിർമ്മാണമാണ് ആദ്യം തുടങ്ങിയത്. 2 വർഷമായിട്ടും ഗ്യാബിയൻ ഭിത്തി പൂർത്തിയാക്കാനായില്ല. റോഡിൽ നിറയെ ഇളകിയ മെറ്റൽ കൂടിക്കിടപ്പുണ്ട്. ചെറുതും വലുതുമായ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ജനപ്രതിനിധികൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നല്ല റോഡിനായി മുട്ടാത്ത വാതിലുകളില്ല എന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. കാരുണ്യഹസ്തം ചാരിറ്റി സംഘടനയുടെ പ്രവർത്തനങ്ങൾ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ചതാണ് പദ്ധതി. നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസൻ ഡാനിയൽ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് മുഖ്യാതിഥിയായി. As the world warms, nature's sentinels rise. When 1 billion hands dig deep, a new future unfolds for the planet. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5620 രൂപ, പവന് 44,960 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോഗ്രാമിന് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. അത് ശക്തമായി തന്നെ